ഭരണപക്ഷത്തിന് തെറ്റുപറ്റുമ്പോൾ ജനശബ്ദമായി മാറി സർക്കാരിനെ മുട്ടുകുത്തിക്കേണ്ട പ്രതിപക്ഷം ഇന്ന് സ്വന്തം പാളയത്തിലെ പുകച്ചിലും പരസ്യ പോരുകളും തീർക്കുന്ന തിരക്കിലാണ്. സതീശൻ സർക്കാരിന്റെ 100 ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് അടിമുടി കെട്ടുറപ്പില്ലാത്ത, നാഥനില്ലാത്ത ഒരു പ്രതിപക്ഷത്തെയാണ്. ശരീരത്തിനൊപ്പം മനസ്സിനും വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെയുള്ള ഈ നേതാവിനെ സഹായിക്കാൻ ഒരു പ്രതിപക്ഷ ഉപനേതാവിനെ കണ്ടെത്താൻ പോലും 100 ദിനം പിന്നിട്ടിട്ടും LDF മുന്നണിക്ക് സാധിച്ചിട്ടില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം അനാഥമായ, നയിക്കാൻ ആളില്ലാത്ത, ദിശയറിയാതെ ഉഴലുന്ന ദുർബലമായ ഒരു പ്രതിപക്ഷ നിരയെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയാതെ വയ്യ. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃ പദവി CPI ആവശ്യപ്പെട്ടതോടെയാണ് ഈ മുന്നണിയിലെ അഴുകിയ വിള്ളലുകൾ ചന്തപ്പറമ്പിലെ തെരുവു വഴക്കായി പുറത്തുവരുന്നത്. രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI ഒരു ആവശ്യമുന്നയിച്ചപ്പോൾ അത് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കമാണ് എന്ന് പറഞ്ഞ് CPM നേതാക്കൾ ഹാലിളകുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ പരസ്യമായി ചോദിക്കുന്നത് CPIക്ക് ഒറ്റയ്ക്ക് 5000 വോട്ടുണ്ടോ എന്നാണ്. CPIയോട് കാണിക്കുന്ന ഈ വീറ് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോട് കാണിച്ചിരുന്നെങ്കിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ഉണ്ടെന്നെങ്കിലും നമ്മൾ പൊതുജനത്തിന് ആശ്വസിക്കാമായിരുന്നു. നിയമസഭയിൽ CPMന്റെ മുഖമാകേണ്ടിയിരുന്ന KN ബാലഗോപാലിനെയോ യുവനേതാവ് KV സുമേഷിനെയോ ഒന്നും എവിടെയും കാണുന്നില്ലെന്ന് മാത്രമല്ല, സ്വന്തം അണികൾ പോലും പരിഗണിക്കുന്നു പോലുമില്ല. റിയാസാകട്ടെ ED കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ ഈ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ മാധ്യമ മാണിക്യങ്ങളുടെ നാടകങ്ങളാണ്. കളമശ്ശേരിയിൽ ജനവിചാരണയിൽ തോറ്റുപോയ രാജീവനെ പോലുള്ളവരും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ സൈബർ കടന്നലുകളുടെ സംരക്ഷണയിൽ ഒളിച്ചിരിക്കുന്ന സ്വരാജിനെ പോലുള്ള ഒളിപ്പോർ പോരാളികളുമാണ് പ്രതിപക്ഷത്തിന്റെ മുഖമാകാൻ മത്സരിക്കുന്നത്. മീഡിയ ഭ്രമം തലക്ക് പിടിച്ച് രാജീവ് നടത്തുന്ന അഭ്യാസങ്ങൾ കണ്ടാൽ ഇനിയൊരിക്കലും LDF ഈ കേരള സംസ്ഥാനം ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് പോലും സംശയിച്ചു പോകും. അടിമുടി കെട്ടഴിഞ്ഞു നിൽക്കുകയാണ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി. DYFIയുടെ പാർട്ടി സമ്മേളനം തുടങ്ങും മുമ്പേ മാധ്യമങ്ങൾ നേതാക്കളെ പ്രഖ്യാപിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത ഈ വിചിത്രമായ നാടകങ്ങളാണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്. പ്രതിപക്ഷ ധർമ്മം എന്തെന്ന് മറന്ന് ഭരണപക്ഷത്തിന് യഥേഷ്ടം വിഹരിക്കാൻ അവസരമൊരുക്കി കൊടുത്ത് സ്വന്തം കണ്ണാടിയോട് മാത്രം വഴക്കിട്ട് സമയം കളയുന്ന ഒരു കെട്ടുറപ്പില്ലാത്ത സംഘമായി ഇവർ മാറിപ്പോയിരിക്കുന്നു. മുഖം വികൃതമായെന്ന് തോന്നുമ്പോൾ ജനങ്ങൾക്ക് മുന്നിലെ കണ്ണാടി എറിഞ്ഞുടച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രതിപക്ഷത്തിന്റെ ഈ 100 ദിവസത്തെ പരാജയം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ജനങ്ങളെ വഞ്ചിച്ച് സ്വന്തം അഹന്തയിലും അധികാരപ്പോരിലും സ്വയം ഇല്ലാതായവരുടെ കഥയായിട്ടായിരിക്കും.